ഹായ് കൂട്ടുകാരെ, പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥ ഒരു താറാക്കുഞ്ഞിന്റെ ആണ് കേട്ടോ. അപ്പൊ നേരെ കഥയിലേക്ക് പോകാമല്ലേ? ഒരിടത്തൊരിടത്ത് മനോഹരമായ ഒരു തടാകമുണ്ടായിരുന്നു. നിറയെ പൂക്കളും നല്ല പച്ച നിറഞ്ഞ മരങ്ങളും ഒക്കെ ചേർന്നൊരിടം. അവിടെ ഒരമ്മ താറാവ് അടയിരിക്കുകയാണ്. തന്റെ മുട്ട വിരിയുന്നതും പ്രതീക്ഷിച്ച് അവൾ അവിടെ അടയിരുന്നു. ഒരു ദിവസം മുട്ടകൾ പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. 4 മഞ്ഞ നിറത്തിലുള്ള പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള കുഞ്ഞി താറാവുകൾ. പക്ഷേ ഒരു മുട്ട മാത്രം വിരിയാൻ താമസിച്ചു. അത് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി വലിപ്പമുള്ളതായിരുന്നു. അവസാനം ആ മുട്ടയും വിരിഞ്ഞു. ചാര നിറത്തിലുള്ള വലിയൊരു പക്ഷിക്കുഞ്ഞ്. അത് താറാവിന്റെ കുഞ്ഞിനെ പോലെ തോന്നിച്ചേയില്ല. അമ്മ താറാവിന് അത്ഭുതമായി. അവൾ തന്റെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചു വന്നു. ദിവസങ്ങൾ കഴിയേ മറ്റു കുഞ്ഞുങ്ങളെല്ലാം മഞ്ഞ നിറത്തിലും നിറയെ തൂവലുകളുമായും, എന്നാൽ ചാര നിറത്തിലുള്ള കുഞ്ഞ് കാണാൻ ഒരു ഭംഗിയും ഇല്ലാതെയും വന്നുകൊണ്ടിരുന്നു. ഈ കാരണത്താൽ തന്നെ മഞ്ഞ നിറത്തിലുള്ള കുഞ്ഞുങ്ങൾ അവനെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ എന്താ അവരെ പോലെ ആകാത്തത്? ചാര നിറത്തിലുള്ള പക്ഷി അത്ഭുതപ്പെട്ടു. അവന് സങ്കടമായി. ആരും തന്നെ കൂടെ കൂട്ടുന്നില്ല. അവൻ എവിടെ പോയാലും മറ്റു മൃഗങ്ങൾ അവനെ നോക്കി ചിരിക്കുന്നു. ആ തടാകത്തിൽ എല്ലാവരോടും ദയ കാണിക്കുന്ന ഒരു വയസ്സായ അരയന്നമുണ്ടായിരുന്നു. അവൻ പോലും കുഞ്ഞു പക്ഷിയോട് ദയ കാട്ടിയില്ല. അവൻ മറ്റുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് വലുതുമായിരുന്നു. അവന്റെ ശബ്ദവും മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. തന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഈ തടാകത്തിൽ നിന്ന് പോയേക്കാം, അതാണ് നല്ലത്, അവൻ ചിന്തിച്ചു. അവൻ അവിടെയും ഇവിടെയും എല്ലാം അലഞ്ഞു തിരിഞ്ഞു നടന്നു. പക്ഷേ അവനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ പോലും അവന് കണ്ടെത്താനായില്ല. അങ്ങനെ ശൈത്യകാലം വന്നു. ഒരു ഉറഞ്ഞു കിടക്കുന്ന കുളത്തിനരികെ അവൻ താമസമാക്കി. മഞ്ഞുകൊണ്ട് അവൻ തണുത്തു വിറച്ചു. അങ്ങനെയിരിക്കെ ഒരു രാത്രി ആകാശത്തേക്ക് നോക്കി അവൻ ഒരു കൂട്ടം വെളുത്ത പക്ഷികൾ പറന്നു പോകുന്നത് കണ്ടു. എന്ത് ഭംഗിയാണ് അവയെ കാണാൻ! അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ജീവികളായിരുന്നു അവ. ഞാനും അവയെ പോലെ ആയിരുന്നെങ്കിൽ, അവൻ വിചാരിച്ചു. തണുപ്പ് കാലമൊക്കെ മാറി വസന്തകാലം വന്നു. എങ്ങും നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞു. നമ്മുടെ കുഞ്ഞിക്കിളി ഇപ്പോൾ കുഞ്ഞിക്കിളിയല്ല കേട്ടോ, അവൻ വളർന്നു വലുതായി. ഒരു ദിവസം അവൻ കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കെ തന്റെ നിഴൽ വെള്ളത്തിൽ കണ്ടു. തന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാനേ ആയില്ല. അവനിപ്പോൾ ആ വൃത്തികെട്ട ചാര നിറമല്ല, പകരം വെള്ള നിറത്തിലുള്ള സുന്ദരനായ ഒരു അരയന്നമായി മാറിയിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം അരയന്നങ്ങൾ അങ്ങോട്ടേക്ക് പറന്നു വന്നു. അവർ അവനെ തങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തു. താൻ ആകാശത്തിൽ കണ്ട സുന്ദരൻ പക്ഷികളിൽ ഒരാളാണ് താനും എന്നറിഞ്ഞ് അവൻ വിശ്വസിക്കാനായില്ല. അവന്റെ കൂട്ടുകാരുടെ കൂടെ അവൻ ആകാശത്തേക്ക് പറന്നുയർന്നു. അവൻ ഇപ്പോഴാണ് മനസ്സിലായത് താൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് എന്ന്. അവൻ തിരികെ താൻ ജനിച്ചു വളർന്ന തടാകക്കരയിലെത്തി. പണ്ട് അവനെ കളിയാക്കിയ മൃഗങ്ങളെല്ലാം അവന്റെ ഭംഗി കണ്ട് അവനെ വാനോളം പുകഴ്ത്തി. അന്നു മുതൽ അവൻ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. മറ്റുള്ളവരുടെ സൗന്ദര്യവുമായി നമ്മളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. എല്ലാവർക്കും തങ്ങളുടേതായ സൗന്ദര്യമുണ്ട്. നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക. നമുക്ക് ഒരിക്കലും വേറൊരാളാവാൻ കഴിയില്ല. കഥ ഇഷ്ടായ കൂട്ടുകാരെ? ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ടേ. അതൊക്കെ കയറി കാണണേ, ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവും. അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ. അതുവരെ ബൈ ബൈ.